Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളത്തേക്ക് സ്വിങ്ങിന് പറ്റിയ ഒരു സ്റ്റോക്ക് നമുക്ക് ചാർട്ട് ബോട്ടിൽ നിന്ന് അനലൈസ് ചെയ്യാം. കൂടാതെ നമ്മൾ നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടുകളും ഒന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ബാങ്ക് നിഫ്റ്റി ഇന്നെല്ലാം റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോവാം. നിഫ്റ്റി ഒരു 109 പോയിൻറ്റിൻ്റെ ഒരു നെഗറ്റീവ് ക്ലോസിംഗാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് ബൗണ്ടായിട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. നമുക്ക് ഏകദേശം ഈ റേഞ്ച് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഈ റേഞ്ച് നമുക്കൊരു സപ്പോർട്ടാണ്. 23,750 റേഞ്ച്. ആ റേഞ്ച് താഴത്തോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും സ്റ്റോക്ക് ഇതേ റേഞ്ചിനുള്ളിൽ ഇപ്പോൾ ഒരുപാട് നാളായിട്ട് സ്റ്റോക്ക് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ ഒരുപാട് നാളായിട്ട് നമ്മുടെ സ്റ്റോക്കല്ല, നമ്മുടെ നിഫ്റ്റി ഇതേ റേഞ്ചിൻ്റെ ഉള്ളിലാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊന്ന് മേലോട്ട് പോയി ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും ഒരു മൂവ്മെൻറ്റ് നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ടു നെഗറ്റീവായിട്ടുള്ളൊരു മാർക്കറ്റാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നില്ല. നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുമ്പോൾ തന്നെ ഒരു 24,800 ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്താലാണ് നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അതുപോലെ സ്മോൾ ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ അനലൈസ് ചെയ്തതാണ്. നമ്മൾ ആ റേഞ്ചിൻ്റെ നമ്മൾ വിചാരിച്ചത് ഈ റേഞ്ചിൽ നിന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകുന്നതാണ്. ഏകദേശം ആ റേഞ്ചിലോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് താഴത്തോട്ട്. പക്ഷെ അവിടെ നിന്ന് ചെറുതായിട്ടൊരു ബൈയിങ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 16,780 ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ ക്യാപ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇന്നലെ 2 സ്റ്റോക്ക് ഡിസ്കസ് ചെയ്തിരുന്നു. ആദ്യത്തെ സ്റ്റോക്ക് വിജയ എന്ന് പറഞ്ഞ സ്റ്റോക്ക്, ആ സ്റ്റോക്ക് 4% താഴത്തോട്ടാണ് പോയത്. നമ്മളതിൽ എൻട്രി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഗ്രൂപ്പിൽ പറയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആരും അതിനെക്കുറിച്ച് ചോദിച്ചൊന്നുമില്ല. അതുപോലെ നമ്മൾ പറഞ്ഞ സ്റ്റോക്കാണ് തിരുപ്പതി ഫോർജ് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക് ഇന്നൊരു 20% ഒരു മൂവ്മെൻറ്റ് തന്നു. ഒരു UC അടിച്ചൊരു സ്റ്റോക്കാണ്. കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ് ഇന്ന് തന്നെ ആ ഒരു സ്റ്റോക്ക് UC അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റോക്കാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഏകദേശം നമ്മൾ പറഞ്ഞ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50.50 മുകളിലാണ്. പ്രോപ്പറായിട്ടുള്ള കറക്റ്റായിട്ടുള്ള എൻട്രി ഈ ഒരു സ്റ്റോക്കിൽ കിട്ടി. എടുത്തവർക്കൊക്കെ നമുക്കറിയാം UC ആയിട്ട് പോയിണ്ടാവും സ്റ്റോക്ക്. ഒരു ദിവസം തന്നെ 20% റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയ റിട്ടേൺ ആണ്. ഇയർലി ഒക്കെയാണ് ആളുകൾ 20% കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി എന്ന് പറയുക. ചില സമയങ്ങളിൽ നമുക്ക് ഇതേപോലെ കിട്ടാറുണ്ട്. ഓരോ സ്റ്റോക്കുകൾ നല്ലൊരു പെട്ടെന്നൊരു മൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടുന്ന സ്റ്റോക്കുകൾ വളരെ കുറവായിരിക്കും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എടുത്തവർക്കൊക്കെ ഒരു 20% കിട്ടി ഹാപ്പിയാണ്, കുഴപ്പമില്ല. അപ്പം നമുക്ക് നാളത്തേക്ക് ഒരു സ്റ്റോക്ക് നോക്കാം. നാളത്തെ നോക്കുന്ന സ്റ്റോക്ക് BLS സർവീസ് ലിമിറ്റഡ്, BLS എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. 232 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഒരു 3% ഒരു മൂവ്മെൻറ്റ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. അതുപോലെ സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഡെയിലി ചാർട്ടാണ്. ഒരുപാട് നാളത്തെ ഒരു റെസിസ്റ്റൻസ് റേഞ്ചിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇവിടുന്ന് നല്ലൊരു താഴത്തോട്ട് പോയി, ഇവിടുന്ന് ഈ റേഞ്ചിലോട്ട് വന്നു, അവിടുന്ന് വീണ്ടും നല്ലൊരു സെല്ലിങ് പ്രഷർ, വീണ്ടും സെയിം അതേ റേഞ്ചിലോട്ട് വന്നു, വീണ്ടും അവിടുന്ന് ഒരു സെല്ലിങ് വന്നു, വീണ്ടും അതേ റേഞ്ചിലോട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ടാണോ അതോ ഫെയിലായിട്ട് താഴത്തോട്ട് പോവുമോ നമുക്കറിയില്ല. പക്ഷേ ആ റേഞ്ച് ഹോൾഡ് ചെയ്യുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വോളിയം നമുക്ക് ശ്രദ്ധിച്ചാൽ നോക്കിയറിയാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു സെല്ലിങ് വന്നെങ്കിലും ഈ റേഞ്ചിൽ നിന്ന് ഒരുപാട് പേര് ചിലപ്പോൾ പുഷ് ചെയ്ത് താഴത്തോട്ട് പോകാൻ സെല്ലേഴ്സ് ആക്റ്റീവായിട്ടുണ്ടാകും. പക്ഷേ അവിടെ നിന്ന് താഴത്തോട്ട് വന്നു. പക്ഷേ അധികം നോക്കാൻ പറ്റിയില്ല. കാരണം കഴിഞ്ഞൊരു 2-3 ദിവസത്തെ ഈ ഒരു ക്യാനിൽ കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ലൊരു ബൈയിങ് ഈ റേഞ്ചിലോട്ട് വരുന്നുണ്ട് എന്ന്. അപ്പോൾ എക്സാക്ട്ലി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നല്ലൊരു മൂവ്മെൻറ്റ് ഇന്നൊരു സ്റ്റോക്കിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് വീക്ക്ലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ആ റേഞ്ച് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നാളത്തെ മാർക്കറ്റിലൊന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എൻട്രിയും ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിലിടാം. കാരണം നമ്മൾ വീഡിയോ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലാകുമ്പോൾ നമ്മളിപ്പോൾ പറയുന്ന സ്റ്റോക്കുകളുടെയൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ട് വന്നതാണ്. അപ്പോൾ അതും ഒരു പോസിറ്റീവ് ഘടകമാണ്. റിസൾട്ട് വന്നിട്ട് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമാണ്. അതുപോലെ ഒരു റെസിസ്റ്റൻസ് ഏരിയ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂവ്മെൻറ്റും കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ 2024 ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. 2 വർഷത്തെ ആയിട്ടുള്ളൂ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ താഴത്തോട്ട് വന്ന് ബോട്ടമായി സ്റ്റോക്ക് വീണ്ടും
ഒരു ട്രെൻഡ് റിവേഴ്സിൽ കാണിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ മിക്കവാറും ഈ ഒരു സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ ഒക്കെ അടിക്കും. ഒരു മിഡ് ടൈം ടു 1 ഇയർ ഒക്കെ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഓൾ ടൈം ഒക്കെ വേണമെങ്കിൽ ടാർഗറ്റായിട്ട് വയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്കാണ് നമ്മൾ നാളെ വാച്ച് ചെയ്യുന്നൊരു സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.